Hi dear friends, welcome to yet another session of Knowledge Bite. Yes. അപ്പോൾ ഈ നോളജ് ബൈറ്റ് എന്ന് പറയുന്ന സെഷനിൽ നിങ്ങൾ നമ്മുടെ ചാനൽ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ നോളജ് ബൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെഷനിൽ ചിലപ്പോൾ നമ്മളൊരു ഫ്രേസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്, ചിലപ്പോൾ നമ്മളൊരു ഫ്രേസൽ വേർബ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്, ചില സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യണത് വൺ വേർഡ്സ് ആയിരിക്കും അല്ലേ. നമുക്കറിയാം നമ്മുടെ ബാങ്ക് എക്സാമിനേഷൻ എന്നല്ല ഇവിടെ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ കൂടുതലും ബാങ്ക് എക്സാമിനേഷൻ്റെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണതുകൊണ്ടാണ് നമ്മളെപ്പോഴും ബാങ്ക് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യണ പല കാര്യങ്ങളും നമ്മുടെ ബാങ്ക് എക്സാമിനേഷന് വേണ്ടി മാത്രമല്ല, നിങ്ങൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആയാലും, അല്ലെങ്കിൽ UPSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും, അല്ലെങ്കിൽ ഇനി PSC ഏത് സ്റ്റേറ്റ് ബോർഡിൻ്റെ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആയാലും, അല്ലെങ്കിൽ റീസണിങ് ആയാലും, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളായാലും നിങ്ങൾക്ക് നമ്മൾ എന്ത് പറയും, നമ്മളിപ്പോൾ ഒരു MBAക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എൻട്രൻസ് എക്സാമിനേഷൻ, അതായത് CAT എക്സാമിനേഷനൊക്കെ നമുക്ക് ഉണ്ടല്ലോ, അത്തരം എക്സാമിനേഷൻസിൽ പോലും നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ലോജിക്കൽ റീസണിങ്ങും നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ലോജിക്കൽ റീസണിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. യെസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാങ്ക് എക്സാമിനേഷനിൽ നമുക്ക് വൊക്കാബുലറീനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആയാലും ഇംഗ്ലീഷ് ലാംഗ്വേജ് പേപ്പർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട്, അതായത് വൊക്കാബുലറി എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വൊക്കാബുലറി എന്ന് നമുക്ക് പറയുമ്പോൾ ചിലപ്പോൾ പ്ലെയിൻ വേർഡ്സ് ആയിരിക്കാം, ചില സമയത്ത് ഫ്രേസസ് ആയിരിക്കാം, ഫ്രേസൽ വേർബ്സ് ആയിരിക്കാം, വൺ വേർഡ്സ് ആയിരിക്കാം അല്ലേ. നമ്മുടെ മിഷൻ ബാങ്കർ എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ നമുക്ക് പ്ലെയിൻ വേർഡ്സ് ചോദിക്കുമ്പോൾ, അപ്പോൾ അത് ആ ഒരു എന്താ പറയുക, അത്തരം ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം അത് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, അല്ലെങ്കിൽ അതിലൊരു നോളജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേർഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്ന ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് നമ്മളൊരു വേർഡും അതിൻ്റെ മീനിങ്ങും അതിൻ്റെ പാർട്ട് ഓഫ് സ്പീച്ചും സിനോണിംസ്, ആൻറ്റണിംസ്, എക്സാമ്പിൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നോളജ് ബൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെഷനിൽ നമ്മൾ ഒന്നെങ്കിൽ ഫ്രേസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്രേസൽ വേർബ്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യണേ, അല്ലെങ്കിൽ വൺ വേർഡ്സ് ആയിരിക്കും, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ഇതൊക്കെ എന്താണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ മിഷൻ ബാങ്കർ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഡെയിലി ഫ്രേസൽ വേർബ്സ് അല്ലെങ്കിൽ ഡെയിലി വൺ വേർഡ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു സെറ്റ് ഓഫ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതിൽ നമ്മൾ ഇതൊക്കെ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് നിങ്ങൾ അത് പോയി നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. യെസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോളജ് ബൈറ്റിൻ്റെ ഈ ഒരു സെഷനിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്, ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഒരു ഫ്രേസൽ വേർബാണ്. ഫ്രേസൽ വേർബിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഡെയിലി ഫ്രേസൽ വേർബ്സ് എന്നുള്ള ആ സെഷനിൽ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വേർബ് നമ്മൾ ചൂസ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ ഫ്രേസൽ വേർബ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. പക്ഷേ ഈ ഒരു നോളജ് ബൈറ്റ് സെഷനിൽ നമ്മൾ കുറച്ച് റാൻഡം ആയ ഫ്രേസൽ വേർബ്സ് ആണ് ചൂസ് ചെയ്യണത്. കാരണം എന്താണെന്ന് വെച്ചാൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്തരം റാൻഡമായ ഭയങ്കര റെയറായി നമ്മൾ കേൾക്കണ അങ്ങനത്തെ ഫ്രേസ്, അല്ലെങ്കിൽ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അത്തരം ഫ്രേസൽ വേർബ്സ് ആണ് കൂടുതലും, മറ്റേത് ചോദിക്കുകയില്ല എന്നല്ല, കൂടുതലും അങ്ങനത്തെ രീതിയിലുള്ള ഫ്രേസൽ വേർബ്സ് ആണ് എക്സാമിനേഷൻസിൽ നമ്മൾ ചോദിച്ച് കാണാറ്. സോ എന്തായാലും നമുക്ക് ഇന്നത്തെ ഫ്രേസൽ വേർബിലേക്ക് പോവാം. ഹഷ് അപ്പ്. യെസ്. അപ്പോൾ ഒരു ഫ്രേസൽ വേർബിൽ നമുക്കറിയാം ഒരു പാർട്ട് വേർബായിരിക്കും, മറ്റേത് വേറൊരു ആർട്ടിക്കിൾ ആയിരിക്കും അല്ലേ, ഒന്നെങ്കിൽ പ്രിപ്പോസിഷൻ ആയിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മുടെ ഫ്രേസൽ വേർബ്സ് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രേസൽ വേർബിൻ്റെ മീനിങ്ങിലേക്ക് നമ്മൾ പോണതിന് മുമ്പ് നമുക്ക് ഹഷ് എന്നുള്ള ഒരു വേർബ് നമുക്ക് നോക്കിക്കോളൂ. ഹഷ് എന്ന് പറയുന്ന ഈ ഒരു സെയിം വേർഡ് നമുക്ക് വേർബായിട്ടും യൂസ് ചെയ്യാം, നൗണായിട്ടും യൂസ് ചെയ്യാം. നമ്മൾ വേർബായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരാളെ നമ്മൾ മിണ്ടാതിരിപ്പിക്കുക അല്ലേ, ഒരാളെ നമ്മൾ സൈലൻ്റ് ആക്കി ഇരുത്തിക്കുക എന്നുള്ള ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഹഷ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് നമ്മൾ വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ. അതേസമയം നമ്മൾ ഹഷ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് നമ്മൾ നൗണായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഹഷ് എന്നുള്ള നൗണിൻ്റെ മീനിങ്? നിശബ്ദത, സൈലൻസ് എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യുന്നത്? ഹഷ് എന്ന് പറയുന്ന നൗൺ യൂസ് ചെയ്യുന്നത്. യെസ്. ഹഷ് എന്ന് പറയുന്ന വേർഡ് വെർബായി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം വേർബിന് 4 ഫോംസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഹഷാണ് അതിൻ്റെ ഫസ്റ്റ് ഫോം. ഹഷ് നമുക്കറിയാം വേർബിൻ്റെ ഫസ്റ്റ് ഫോം ആ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യണത് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ്. അതിൻ്റെ സിംഗുലർ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമുക്കറിയാം വേർബും സിംഗുലർ ആയിരിക്കണം. നമ്മൾ എന്താണ് പറയുക? ഹഷസ് എന്ന് പറയും. ലാസ്റ്റ് നമ്മൾ ES എന്ന് ആഡ് ചെയ്ത് കൊടുക്കും.
ഇതിൻ്റെ സെക്കൻഡ് ഫോമാണ് ഹഷ്ഡ് ആണ്, ഇതിൻ്റെ തേർഡ് ഫോമാണ് അതും ഹഷ്ഡ് ആണ്, ഇതിൻ്റെ ഫോർത്ത് ഫോമാണ് ഹഷിങ് ആണ്, ഇതിൻ്റെ ഫോർത്ത് ഫോം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതെന്താണ്? ഹഷ് വേർബായിട്ട് വരുമ്പോഴാണ്. ഹഷ് നമ്മൾ നൗണായിട്ടും യൂസ് ചെയ്യാറുണ്ട്. വേർബായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ്? ഒരാളെ മിണ്ടാതിരിപ്പിക്കുക, ഒരാളെ സൈലൻ്റ് ആക്കി ഇരുത്തുക എന്നുള്ള ഒരു മീനിങ് ആണ്. ഓക്കെ, യെസ്, ആ മീനിങ്ങിലാണ് നമ്മൾ ഹഷ് എന്നുള്ള വേർഡ് വേർബായിട്ട് യൂസ് ചെയ്യുന്നത്. നൗണായിട്ട് യൂസ് ചെയ്യുമ്പം സൈലൻസ് എന്ന് പറയുന്ന മീനിങ്ങിലാണ് നമ്മൾ. സൈലൻസ് എന്ന് പറയുന്നത് നൗണാണ്, നിശബ്ദത. സൈലൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? സൈലൻറ്റ്, യു സി SILENT എന്ന് പറയുന്നത് സൈലൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് എന്താണ്? ഈ വേർഡ് അഡ്ജക്റ്റീവ് ആണ്. her silent nature pleases everyone. അല്ലെ, അവളുടെ ആ ഒരു സൈലൻ്റ് ആയ ഒരു നേച്ചർ, അധികം സംസാരിക്കാത്ത ആ ഒരു നേച്ചർ എല്ലാവരെയും ഒരുപാട് പ്ലീസ് ചെയ്യാറുണ്ട്, എല്ലാവരും ഒരുപാട് ഇംപ്രസ് ചെയ്യാറുണ്ട്, എല്ലാവർക്കും അത് ഭയങ്കര നല്ലതായി തോന്നാറുണ്ട്. ഓക്കെ, അപ്പോൾ സൈലൻ്റ് എന്ന് പറയുന്ന വേർഡ് എന്താണ്? അത് ഏത് പാർട്ട് ഓഫ് സ്പീച്ചാണ്? അത് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, സൈലൻസ് എന്ന് പറയുന്നത് എന്താണ്? സൈലൻസ് എന്ന് പറയുന്നത് നൗണാണ്, നിശബ്ദത എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ സൈലൻസ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹഷ് നൗണായിട്ട് വരുമ്പം നമ്മൾ സൈലൻസ് എന്ന് പറയുന്ന മീനിങ്ങിലാണ് യൂസ് ചെയ്യണത്. ഹഷ് വേർബായിട്ട് വരുമ്പം മിണ്ടാതിരിപ്പിക്കുക, ഒരാളെ നമ്മൾ ഒരു സൈലൻ്റ് ആയ ഒരു അവസ്ഥയിൽ അവരെ ഇരുത്തിക്കുക എന്നുള്ള ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഹഷ് എന്ന് പറയുന്ന വേർബ് നമ്മൾ യൂസ് ചെയ്യണം. യെസ്, എനിവേസ് നമുക്ക് കൂടുതൽ ഹഷ് എന്ന് പറയുന്ന വേർഡിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഹഷ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് നമ്മുടെ വേർഡ് ഓഫ് ദ ഡേയിൽ വേണമെങ്കിൽ ഒരു ദിവസം നമുക്ക് ചൂസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് എന്തായാലും ഇത് നമ്മുടെ നോളജ് ബൈറ്റ് ആണ്. ഇവിടെ നമുക്ക് ഹഷ് അപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസൽ വേർബിൻ്റെ മീനിങ് നോക്കാം. അപ്പോൾ എന്താണ് ഹഷ് അപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസൽ വേർബിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ടു ഹൈഡ് ഇൻഫർമേഷൻ about something, to hide information about something because you don't want people or others to know about it. Okay, to hide information about something because you don't want people or others to know about it. അല്ലേ, അതായത് എന്താണ്? സിമ്പിളാണ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മറച്ചു വെക്കുക, വേറെ ആൾക്കാർ അത് അറിയാൻ പാടില്ല എന്ന് നമ്മൾ വിചാരിച്ച് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മറച്ചു വെക്കണതിനെയാണ് നമ്മൾ ഏത് ഫ്രേസൽ വേർബ് കൊണ്ട് ഉദ്ദേശിക്കണേ? ഹഷ് അപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രേസൽ വേർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ, the mayor hushed up the fact that he had been in prison for some years. The mayor hushed up the fact that he had been in prison for some years. അതായത് കുറച്ച് കൊല്ലം അയാൾ ജയിലിലായിരുന്നു എന്നുള്ള ആ ഒരു ഫാക്റ്റ് അയാൾ മറച്ചു വെച്ചു. സോ ആ ഒരു മീനിങ്ങിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആരെന്തെങ്കിലുമൊക്കെ നമ്മൾ ഹൈഡ് ചെയ്യുവാണെങ്കിൽ, ബിക്കോസ് വി ഡോണ്ട് വാണ്ട് അതേഴ്സ് ടു നോ അബൌട്ട് ഇറ്റ്, ആ കാര്യം അവരറിയണതിൽ നമുക്ക് താല്പര്യമില്ല, അത്തരം കാര്യങ്ങൾ അവരറിയുന്നതിൽ നമുക്ക് താല്പര്യമില്ല എന്നുള്ള അത്തരം കാര്യങ്ങൾ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്ന പരിപാടി, ആ സിറ്റുവേഷനിലാണ് നമ്മൾ ഹഷ് അപ്പ് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസൽ വേർബ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? യെസ്. ഇനി നമുക്ക് ഈ ഒരു വേർഡിൻ്റെ, ഈ ഒരു ഫ്രേസൽ വേർബിൻ്റെ കുറച്ച് സിനണിംസും ആൻറ്റണിംസും നമുക്ക് നോക്കാം. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹഷ് അപ്പ് എന്ന് പറയുന്ന ഫ്രേസൽ വേർബിൻ്റെ സിനണിംസ് ആയിട്ട് നമ്മൾ പറയണത് ഹൈഡ് ചെയ്യുക, അല്ലെങ്കിൽ കവറപ്പ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ മൂടി മറച്ച് വെക്കുക, ആൾക്കാരിൽ നിന്ന് ആ കാര്യം മറച്ച് വെക്കുക എന്നുള്ള മീനിങ്ങിൽ
വന്ന വേർഡ്സോ അല്ലെങ്കിൽ വന്ന ഫ്രേസൽ വെർബ്സോ അല്ലെങ്കിൽ വരുന്ന അങ്ങനത്തെ ആ ഒരു മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസസ് ഒക്കെ ആയിരിക്കും നമ്മുടെ ഹഷ് അപ്പ് എന്ന് പറയുന്നതിൻ്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആൻറ്റണിംസ് ആയിട്ട് എന്താണ്? ആൻറ്റണിംസ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എക്സ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ റിവീൽ ചെയ്യുക, പുറത്ത് പറയുക, പരസ്യമാക്കുക എന്നുള്ള ആ ഒരു മീനിങ്ങിൽ വരുന്ന വേർഡ്സ് ആയിരിക്കും ഹഷ് അപ്പ് എന്ന് പറയുന്ന വേർഡിൻ്റെ ആൻറ്റണിംസ് ആയിട്ട് നമ്മൾ പറയുക. ഓക്കെ, സോ എന്തായാലും നമുക്കതിൻ്റെ സിനോണിംസ് നമുക്ക് നോക്കാം. സിനോണിംസ് നമുക്ക് ആദ്യം പറയാം. ഹൈഡ് എന്ന് പറയുന്ന വേർഡ് നമുക്ക് പറയാം. ഹൈഡ്. കൺസീൽ എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. കൺസീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒളിച്ച് വെക്കുക, മറച്ച് വെക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ്. സപ്രസ് എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. സപ്രസ് എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. യെസ്. പിന്നെ എന്ത് പറയാം? സോറി, ഇവിടെ 2 P ഉണ്ട്. സപ്രസ്. സപ്രസ് എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കവറപ്പ് എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. സ്മദർ എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ സ്ക്വാഷ് എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. സ്ക്വാഷ്. സ്മദർ എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. സ്ക്വാഷ് എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. സപ്രസ് എന്ന് പറയുന്ന ഒരു വേർഡ്, കൺസീൽ, കവറപ്പ്, ഹൈഡ്, ഈ എല്ലാ വേർഡ്സിൻ്റെ മീനിങ് എന്താണ്? ഈ എല്ലാ വേർഡ്സിൻ്റെ മീനിങ് മറച്ച് വെക്കുക അല്ലെങ്കിൽ ഒളിച്ച് വെക്കുക, അല്ലേ? ആ ഒരു മീനിങ്ങിലുള്ള വേർഡ്സാണ് ഇതെല്ലാം. ഇനി നമുക്ക് ഹഷ് അപ്പ് എന്ന് പറയുന്ന വേർഡിൻ്റെ ആൻറ്റണിംസ് നമുക്ക് നോക്കാം. അപ്പോൾ ആൻറ്റണിംസ് നമ്മൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം റിവീൽ ചെയ്യുക. അപ്പോൾ റിവീൽ എന്ന് പറയുന്ന വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഒരു കാര്യം നമ്മൾ പുറത്ത് പറയുക, ഒരു കാര്യം നമ്മൾ എക്സ്പോസ് ചെയ്യുക എന്നുള്ള ആ ഒരു മീനിങ്ങിലൊക്കെ വരുന്ന വേർഡ്സാണ്. പിന്നെ നമുക്ക് ഷോ അപ്പ് എന്ന് പറയുന്ന ഒരു വേർഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ എന്ത് യൂസ് ചെയ്യാം? എക്സ്പോസ്, റിവീൽ, ഡിസ്ക്ലോസ് എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഡിസ്ക്ലോസ് എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. അൺകവർ എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം, എക്സെട്ര. ഇതൊക്കെയാണ് നമുക്കിതിൻ്റെ ആൻറ്റണിംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. യെസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ഫ്രേസൽ വെർബ് ഹഷപ്പ്. സിമ്പിളായ ഒരു ഫ്രേസൽ വെർബാണ് ഹഷപ്പ്. നമുക്കറിയാം അതിൻ്റെ മീനിങ്ങും നമ്മൾ അതിനെ റിലേറ്റ് ചെയ്ത് അതിൻ്റെ സിനോണിംസും ആൻറ്റണിംസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇറ്റ്സ് എ വെരി സിമ്പിൾ ഫ്രേസൽ വെർബ്, അല്ലേ? നമ്മൾ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഭയങ്കര സിമ്പിളാണ്. പക്ഷേ കുറേ പേർക്ക് പെട്ടെന്ന് ഈ ഹഷപ്പ്, നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വെർബ് നമ്മൾ ചൂസ് ചെയ്യുമ്പോഴേ, ഇപ്പോൾ കം അല്ലെങ്കിൽ ബ്രിങ് അല്ലെങ്കിൽ പുട്ട് ഓർ എന്താ പറയുക, അങ്ങനത്തെ ഫ്രേസൽ വെർബ്, അങ്ങനെ ഏതെങ്കിലും ഒരു വെർബിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്രേസൽ വെർബ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കൂൾ ക്ലാസ്സസിലൊക്കെ അല്ലേ, നമ്മുടെ ഒരു UP, LP, UP എന്താ പറയുക, ഹൈസ്കൂൾ ക്ലാസ്സസിലൊക്കെ നമ്മൾ ഒരുപാട് അങ്ങനത്തെ ഫ്രേസൽ വെർബ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടാകും. നമ്മുടെ സ്കൂൾ ക്ലാസ്സസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും പുട്ട് അല്ലെങ്കിൽ കമ്മിങ്ങനത്തെ കുറേ വേർബ്സ് ഒക്കെ. പക്ഷേ ഇത്തരം റാൻഡമായ അല്ലെങ്കിൽ ഭയങ്കര റെയറായി നമ്മൾ യൂസ് ചെയ്യുന്ന ഇത്തരം ഫ്രേസൽ വെർബ്സ് നമുക്ക് അധികം എവിടെയും നമുക്ക് കേൾക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ നമ്മൾ അധികം യൂസ് ചെയ്ത് കാണാൻ സാധ്യതയില്ലാത്ത ഇത്തരം ഫ്രേസൽ വെർബ്സ് ആണ് നമ്മൾ എവിടെ കൂടുതലും കാണുന്നത്, എവിടെ ചോദിച്ച് കാണാറ്? നമ്മുടെ ബാങ്ക് എക്സാമിനേഷൻസിൽ നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ ടഫായിട്ട് തോന്നും. പെട്ടെന്ന് ഹഷപ്പ് എന്ന് കാണുമ്പം ഓക്കെ ഇത് ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റാണ്ട് വരും. പക്ഷേ അതിൻ്റെ മീനിങ് ആയാലും ആൻറ്റണിംസ് ആയാലും സിനോണിംസ് ആയാലും ഭയങ്കര സിമ്പിളാണ്. സോ യെസ്, ഹഷപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ക്വിക്ക് റീക്യാപ്പ് നോക്കാം, എന്നിട്ട് നമ്മുടെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹഷപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹഷപ്പ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മറച്ച് വെക്കുക, ആൾക്കാരിൽ നിന്ന് നമ്മൾ മറച്ച് പിടിക്കുക എന്നുള്ളൊരു മീനിങ്ങിൽ ആണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യുന്നത്? ഹഷപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസൽ വേർബ് നമ്മൾ യൂസ് ചെയ്യണേ. സിനോണിംസ് ആയിട്ട് ഹൈഡ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു മീനിങ്ങിൽ, ഒരു കാര്യം ഹൈഡ് ചെയ്ത് വെക്കുക എന്ന് പറയുന്ന മീനിങ്ങിൽ വന്ന വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസൽ വേർബ്സ് ഒക്കെ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രേസസ് ആയാലും നമുക്ക് ഹഷപ്പ് എന്ന് പറയുന്ന ഫ്രേസൽ വേർബിൻ്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒരു കാര്യം നമ്മൾ റിവീൽ ചെയ്യുക, പുറത്ത് പറയുക അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യുക എന്നൊക്കെ പറയുന്ന മീനിങ്ങിൽ വന്ന വേർഡ്സ് ഹഷപ്പ് എന്ന് പറയുന്ന ഫ്രേസൽ വേർബിൻ്റെ ആൻറ്റണിംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. യെസ്. സോ നമുക്ക് ഇന്നത്തെ ഈ ഒരു എന്താ പറയുക നോളജ് ബൈറ്റിൻ്റെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അല്ലേ? ഇന്ന് ഡിസ്കസ് ചെയ്തത് സിമ്പിളായ ഒരു ഫ്രേസൽ വേർബാണ്. ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യെസ് പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് ഇൻ ദി കോമൻറ്റ് സെക്ഷൻ. കോമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചാൽ മതി. നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ യെസ് വിൽ ഡിസ്കസ് ഇറ്റ് ദർ, നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അതർവൈസ് വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ എനി ഓഫ് അവർ അപ്കമിങ് സെഷൻസ്. നമ്മുടെ വരാനിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ സെഷൻസിൽ നമുക്ക് ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോവാം. യെസ്.
അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ഈ മിഷൻ ബാങ്ക് യൂട്യൂബ് ചാനൽ നമ്മളെ ബാങ്ക് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടും മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള സെഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ ഒരു മിഷൻ ബാങ്ക് യൂട്യൂബ് ചാനലിലെ ക്ലാസ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പം, അതായത് പൊതുവേ യൂട്യൂബ് ചാനലിൽ നമുക്ക് ഭയങ്കര ഡീറ്റെയിൽഡ് ആയ ക്ലാസ്സസ് നമുക്ക് അധികം അവൈലബിൾ അല്ല അല്ലേ ഗസ് നമ്മുടെ. പക്ഷേ ഈ ഒരു മിഷൻ ബാങ്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് സ്റ്റാൻഡേർഡിലാണോ അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക എന്ത് ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ എന്ത് ക്വാണ്ടിറ്റിയിലാണോ അവർക്ക് അവിടെ നോളജ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്ത് ഡെപ്തിലാണോ അവർക്കവിടെ നിങ്ങൾക്ക് സ്റ്റുഡൻസിന് അവിടെ നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന അതേ ഡെപ്തിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനേക്കാളും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിലെ ലിങ്കും കാര്യങ്ങളൊക്കെ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കണതെങ്കിൽ യെസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നമ്മുടെ ചാനൽ റെഗുലറായിട്ട് ഫോളോ ചെയ്യുക, നമ്മുടെ വീഡിയോസ് റെഗുലറായിട്ട് ഫോളോ ചെയ്യുക, റെഗുലറായിട്ട് കാണുക. ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക അഷുറൻസ് തരുവാണ്, ഉറപ്പ് തരാം നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് എക്സാമിനേഷൻ ആയാലും മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ആയാലും സുഖമായി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്ത് പോകാൻ പറ്റും. യെസ്, അപ്പം എന്താ പറയുക ഇതേപോലെ മിഷൻ ബാങ്കറിൻ്റെ നെക്സ്റ്റ് സെഷനിൽ അല്ലെങ്കിൽ നോളജ് ബൈറ്റിൻ്റെ നെക്സ്റ്റ് സെഷനിൽ വേറൊരു ഫ്രേസൽ വെർബോ ഫ്രേസോ അല്ലെങ്കിൽ വൺ വേർഡൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.